പ്രസവ ശുശ്രൂഷയും ആയുർവേദ ചികിത്സയും പ്രസവം കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പരിപാലനം ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് ഗവൺമെൻറ് ആയുർവേദ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനില. ഡോക്ടർ വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഈ പ്രസവം കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പരിചരിക്കണം എന്നുള്ളത് ഒരു ന്യൂ മോം ആയിട്ടുള്ള ആളുകൾക്കായിരുന്നാലും അല്ലെങ്കിൽ അമ്മമാർക്ക്, അതായത് ഈ ന്യൂ മോമിൻ്റെ അമ്മ, അവർക്കൊന്നും അറിയില്ലായിരിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ആയുർവേദത്തിലാണ്, പണ്ട് മുതലേ ആയുർവേദത്തിലാണ് എല്ലാവരും പ്രസവ ശുശ്രൂഷ നടത്താറുള്ളത്. ഈ ആയുർവേദ ചികിത്സ കൊണ്ട് അത്ര വലിയ എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് ഇപ്പോൾ പുതിയ സ്റ്റഡീസ് പറയുന്നുണ്ട്. എന്താണ് ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായം? ഒരു പ്രഗ്നൻസി ആൻഡ് ഡെലിവറി എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയുടെയും ലൈഫിൽ ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ആയുർവേദത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സപ്പോർട്ടീവ് തെറാപ്പി കൊടുത്ത് ഒരു ടോട്ടൽ റീജുവനേഷൻ ചെയ്ത് ബാക്ക് ടു നോർമൽസി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മൾ രണ്ട് രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഒന്ന് ഇൻറ്റേർണൽ മെഡിസിൻസ് കൊടുക്കും, രണ്ട് എക്സ്റ്റേണൽ പ്രൊസീജിയേഴ്സ് ചെയ്യും. അപ്പോൾ ഇതിൽ ഈ ഇൻറ്റേർണൽ മെഡിസിൻസിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മൾ ഈ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസിയും പിന്നീട് ഈ ലാക്ടേഷനിലും നമുക്ക് ശരീരത്തിലും സ്ത്രീകൾക്ക് ധാരാളം ധാതുക്കൾ നഷ്ടപ്പെടും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അയണും കാൽഷ്യവും. അപ്പോൾ രണ്ടാമത് രക്തക്കുറവ് ഉണ്ടാവുന്നു. ഇങ്ങനെ ബോഡിക്ക് നഷ്ടപ്പെടുന്ന ധാതുക്കൾ ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് റീജുവനേറ്റ് ചെയ്യുക. രണ്ടാമത് മെറ്റബോളിസം നന്നായിട്ടൊന്ന് ഇംപ്രൂവ് ചെയ്യുക. ഈ ലക്ഷ്യങ്ങളോടുകൂടിയാണ് നമ്മൾ ഇൻറ്റേർണൽ മെഡിസിൻസ് സെലക്ട് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഒരു ബാക്കി ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ, മറ്റ് ആരോഗ്യ അല്ലെങ്കിൽ രോഗാവസ്ഥകൾ ഇതിനെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മെഡിസിൻസ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. പിന്നെ പാലുൽപാദനം, അതിന് സഹായകരമായിട്ടും കൂടെയുള്ള കൽപ്പനകൾ നമ്മൾ സെലക്ട് ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡൈജഷൻ, വിശപ്പും ഡൈജഷനും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്. അതിന് ഫസ്റ്റ് നമ്മൾ ഈ മിൽക്ക് പ്രൊഡക്ഷനും കൂടെ ആയിട്ടുള്ള ഒരു കൽപ്പനയാണ് നമ്മുടെ അരിഷ്ടങ്ങൾ. അതിനാലാണ് നമ്മൾ ഫസ്റ്റ് എപ്പോഴും അരിഷ്ടം കൊടുത്ത് തുടങ്ങുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ദശമൂല അരിഷ്ടം, ജീരക അരിഷ്ടം, അഭയ അരിഷ്ടം, ഇതെല്ലാം. പക്ഷേ ഇത് എല്ലാവർക്കും ഒരേ മെഡിസിൻസ് അങ്ങനെയല്ല. അവരുടെ രോഗാവസ്ഥ, അവരുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ കറണ്ട് നീഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്നത് യൂഷ്വലി. പക്ഷേ ഫസ്റ്റായിട്ട് ഈ മിൽക്ക് പ്രൊഡക്ഷൻ കൂടെ സഹായകം എന്നുള്ള അർത്ഥത്തിൽ അരിഷ്ടം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഗർഭാശയം പൂർവ്വസ്ഥിതിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ, ഇൻവല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഇതിന് സഹായകരമായ മെഡിസിൻ അതാണ് നമ്മൾ ഈ ഉള്ളിലേക്ക് കൊടുക്കുന്ന ലേഹ്യങ്ങൾ. ഇപ്പോൾ കുറിഞ്ഞിക്കുഴമ്പ്, പുളിങ്കുഴമ്പ്, ഉള്ളി ലേഹ്യം എന്നൊക്കെ പറഞ്ഞ് ഇതിനൊപ്പം നമ്മൾ കൊടുക്കുന്ന ലേഹ്യം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് 2 വീക്സിലാണ് ഇത് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രൊസീജിയേഴ്സ്, നമുക്കറിയാം പ്രഗ്നൻസിയിൽ നമ്മുടെ സ്കിന്നായാലും മസിലായാലും ധാരാളം സ്ട്രെച്ചിങ് വരും. സ്ട്രെച്ചിങ് ഉണ്ടാകും, ഒരു ലാക്സിറ്റി, ലിഗമെൻസിനൊരു ലാക്സിറ്റി ഉണ്ടാവും, സ്കിന്നിനൊരു പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളുടെ പ്രകൃതി അല്ലെങ്കിൽ അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓയിൽ സെലക്ട് ചെയ്തിട്ട് നല്ല തറവായ മസാജിങ്, ഇത് നല്ല പോലെ ഫിസിക്കലി അവരുടെ ഈ സ്കിന്നിൻ്റെയും മസിലിൻ്റെയും എല്ലാം ഒരു സ്ട്രെച്ചിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാനും, പിന്നെ അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുകയും മെൻ്റലി റിലാക്സ്ഡ് ആക്കാനും ഹെൽപ്ഫുള്ളാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പോപ്പുലർ ആയിട്ടുള്ള വേദഗുളി എന്ന് പറയുന്നത്. അതിലെന്താണെന്ന് വെച്ചാൽ നാൽപ്പാമരം പോലെയുള്ള മെഡിസിൻസ് ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം കൊണ്ടാണ്. ഇതൊരു കൈൻഡ് ഓഫ് സ്റ്റീമാണ്. അപ്പോൾ ഈ രണ്ട് പ്രൊസീജിയേഴ്സിലൂടെ നമ്മുടെ സ്കിന്നും മസിലും കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യുന്നു, പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു, ഹെൽത്തി ആവുന്നു. അപ്പോൾ ഇത് എന്തിനാണ് ഇതിൻ്റെ ഒരു നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു ന്യൂ മദർ എന്ന് പറയുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഏറ്റെടുക്കാൻ പോകുന്ന ആള് ഫിസിക്കലി ആൻഡ് മെന്റലി ഫുള്ളി ഫിറ്റ് ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് 2 വീക്സിൻ്റെ ഒരു റെജിമൻ ഇങ്ങനെ പോകും. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഇവരുടെ ഹെൽത്ത് ഇവാലുവേറ്റ് ചെയ്യും. ശരിക്കും ഞാൻ പറയുന്ന ഒരു ശാസ്ത്രീയമായിട്ട് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് അവരുടെ ഹെൽത്ത് ഒന്ന് അസസ് ചെയ്തിട്ട് എന്താണ് അവരുടെ നീഡെന്ന് നോക്കും. കാരണം അപ്പോൾ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ചിലർക്ക് ബ്ലോട്ടിങ് ആയിരിക്കും, ചിലവർക്കാണെങ്കിൽ പാല് കുറവായിരിക്കും, ചിലർക്ക് നല്ലപോലെ നടുവേദന കൂടുതലായിരിക്കും. ഈ കൂടുതലായ നടുവേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടി
എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ എന്താണോ കറണ്ട് നീഡ്, ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആണോ, അതല്ല പാല് ഉൽപ്പാദിപ്പിക്കുന്നത് കുറവാണോ, അതിലേതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ സൈൻസ് ഉണ്ടോ, അതിലേതാണ് അവർക്ക് കറൻ്റ്ലി ഉള്ളത്, അതിനനുസരിച്ചായിരിക്കും നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ്, നെക്സ്റ്റ് ഒരു 2-3 വീക്സിലേക്കുള്ള മെഡിസിൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ആയുർവേദം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് സെലക്ട് ചെയ്താലും അതിനോടൊപ്പം നമ്മളൊരു ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ മറ്റ് കാര്യങ്ങളെല്ലാം ഒരു അഡ്വൈസ് ചെയ്യും. നോർമലി നമ്മൾ ഈ ഒരു പ്രസവശേഷം ഇരിക്കുന്ന ആൾക്കാർക്ക് ഒന്നാമത് ഈ പ്രസവത്തിൽ നിന്നും ഉള്ള റിക്കവറി പ്ലസ് ലാക്ടേഷനുള്ള ന്യൂട്രീഷൻ, അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഇതിൻ്റെ ഒപ്പം, ഈ മെഡിസിൻ്റെ ഒപ്പം അതും ഒപ്പം തന്നെ കഴിക്കണം. അത് ഇതിൻ്റെ ഒരു പ്രധാന സ്റ്റെപ്പാണ്. പിന്നെ വളരെ ഒരുപാട് ആയാസമില്ലാത്ത, ഓവർ സ്ട്രെയിൻ എടുക്കാതെയുള്ള നോർമൽ ആക്ടിവിറ്റീസ്, ഈ ഒരു ലെവലിലാണ് അത് രണ്ടും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഈ പ്രസവിക്കുന്ന ആളുകൾക്ക് അത് സി സെക്ഷൻ, അതായത് ഡെലിവറി നടത്തുന്ന ഉണ്ട്, അതുപോലെ തന്നെ സി സെക്ഷൻ ആയിട്ടുള്ളവർക്കുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഉടനെ തന്നെ ആയിരിക്കും ഈ ഒരു പ്രസവ ശുശ്രൂഷ? അവിടെ നമ്മൾ സി സെക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ യൂഷ്വലി നമ്മൾ അതിനെ ഫോളോ ചെയ്തൊരു ആന്റിബയോട്ടിക്സിന്റെ ഒരു കോഴ്സ് കാണും. അപ്പം നോർമലി നമ്മൾ ഈ 2 സിസ്റ്റത്തിലുള്ള മെഡിസിൻ ഒന്നിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു ഡ്രഗ് ഇന്ററാക്ഷൻസ് വരാം. അത് കാരണം യൂഷ്വലി നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് ആ ആന്റിബയോട്ടിക്സിന്റെ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ ചെറിയൊരു ഡിലേ വരും. ഈ സി സെക്ഷനിൽ ചെയ്യുള്ളൂ. നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മൾ ഇല്ല, അപ്പൊ തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു ഡിലേ വരും. അപ്പോൾ ആ സമയം ചിലവർക്ക് ഈ ഡൈജഷൻ ഇഷ്യൂസ്, ഈ മെഡിസിൻസ് നമ്മൾ ചെല്ലുന്നില്ലല്ലോ, അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ചിലർ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സി സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ മെഡിസിൻസ് ഒന്നും കഴിച്ചു തുടങ്ങിയാത്ത സ്റ്റേജിൽ ഫുഡ് നല്ലവണ്ണം ശ്രദ്ധിച്ച് ചെറിയ അളവിൽ ലൈറ്റായിട്ട് ചൂടായിട്ട് അങ്ങനെ തന്നെ ഭക്ഷണം പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കഴിക്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ ആ വൂണ്ട് ഹീലിംഗ് അവരെ സംബന്ധിച്ച് കുറച്ച് വളരെ ക്രിട്ടിക്കലാണ്. ആ വൂണ്ട് ഹീലിങ്ങിന് ആവശ്യമായിട്ട് ഇപ്പം നമ്മൾ വേദ് കുളിക്കുന്നതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നുകൾ വൂണ്ട് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. അത് നമ്മൾ ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കുറച്ച് നല്ല കെയർഫുള്ളായിട്ട് വേണം. അതിൽ ചില ഓയിലെല്ലാം ഈ വൂണ്ട് ഹീലിങ്ങിൽ ഇൻ്റർഫിയർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വൂണ്ട് ഹീലിങ്ങിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പിന്നെ ഭാവിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതെ, അത് ഷുവറായിട്ടും. കാരണം നമ്മളിപ്പോൾ ഒ പിയിൽ പിന്നീട് ഒരു സമയത്ത് ഇപ്പോൾ ഒരു ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഒരു സേക്രോഇലിയാക് ജോയിന്റ് പെയിൻ അല്ലെങ്കിൽ പലതരം മസ്കുലോ സ്കെലിറ്റൽ പെയിൻ ആയിട്ടൊക്കെ വരുന്നവരോട് നമ്മൾ ഒരു ഹിസ്റ്ററി എടുത്ത് ചോദിക്കുമ്പോൾ പലപ്പോഴും പലരും ഈ പോസ്റ്റ്നേറ്റൽ കെയർ അല്ലെങ്കിൽ ആ സമയത്ത് ഒരു പ്രോപ്പർ റെസ്റ്റ് കിട്ടിയിട്ടില്ല എന്നൊരു ഹിസ്റ്ററി പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ യൂട്രസിന്റെ പ്രൊലാപ്സ് പോലെയുള്ളത് കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഡയറ്റ് ഒന്നും ഈ സമയത്ത് എടുക്കാത്തത് കൊണ്ട് ലിഗമെന്റ്സിനും യൂട്രസിന്റെ കറക്റ്റായിട്ട് ഇൻവല്യൂഷനും ഒന്നും വരാതെ അതിനും ഒരു കാരണമായിട്ട് അത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒഴിവാക്കാനായിട്ട് പിന്നീട് പലതരം മസ്കുലോ സ്കെലിറ്റൽ പെയിൻ വരാണ്ടിരിക്കാനും ഇത് വളരെ പ്രിവെന്റീവാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ന്യൂ സ്റ്റഡീസ് പറയുന്നുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ശുശ്രൂഷയുടെ ആവശ്യമൊന്നുമില്ല, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലേക്ക് പോവാം എന്ന് പറയുന്ന കുറേ ന്യൂ സ്റ്റഡീസ് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. പല ഷോർട്സിലായിരുന്നാലും റീൽസിലായിരുന്നാലും ഒക്കെ നമ്മൾ കണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡോക്ടറിന് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനുള്ളത്? ആയുർവേദത്തിൽ അതല്ലേ, ആയുർവേദമാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ ഈ രോഗിയുടെ ട്രീറ്റ്മെന്റിനോടൊപ്പം നമ്മൾ സ്വസ്ഥനായിരിക്കുന്ന ഒരാളുടെ സ്വാസ്ഥ്യം കീപ്പ് ചെയ്യുക, അതും കൂടെ ഒരു ലക്ഷ്യമാണ് ആയുർവേദത്തിൻ്റെ. എപ്പോഴും ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന മാത്രം ഒരു സയൻസ് അല്ല, ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഹെൽത്തി ആയ ഒരാളിൻ്റെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഏത് ഒരു ലൈഫ് മൈൽ സ്റ്റോൺ നോക്കിയാലും ആയുർവേദത്തിൽ ഇപ്പം രജസ്വലാചര്യ, മെൻസ്ട്രേഷൻ്റെ സമയത്ത് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്, ഗർഭിണി ചര്യ എന്ന് പരിചര്യ പറയുന്നു, പ്രഗ്നൻസിയുടെ സമയത്ത് കൊടുക്കേണ്ട തെറാപ്പി, അതുപോലെ പോസ്റ്റ്നേറ്റൽ സൂതിക പരിചര്യ പോസ്റ്റ്നേറ്റൽ കെയറിൻ്റെ സമയത്ത്. ഇപ്പം ഏതെല്ലാം മൈൽ സ്റ്റോൺസ് ഉണ്ടോ അതെല്ലാം ഫിസിയോളജിക്കലാണ്, അല്ലെന്നല്ല, തനിയെ ബോഡി അതിനനുസരിച്ച് ആയിക്കോളും, അത് ശരിയാണ്. പക്ഷെ നമ്മൾ അതിനൊരു സപ്പോർട്ടീവ് തെറാപ്പി എപ്പോഴും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ് നോട്ടിൽ തന്നെ വരും. അതിന് ഒരു പത്തോളജിയിലേക്ക് പോകാനുള്ള ടെൻഡൻസി കുറയും. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്.
സ്വസ്ഥന്റെ സ്വാസ്ഥ്യം സംരക്ഷിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ ആയുർവേദത്തിലുണ്ട്. പിന്നെ ഈ വയറ് ചാടി വയറ് കെട്ടിവെക്കുക ഇതെല്ലാം ആയുർവേദപരമായിട്ട് തന്നെ കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആണോ? അതുപോലെ ഈ എണ്ണ തേച്ച് കുളി അതിൻ്റെ ഒന്നും ആവശ്യതയെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു, പക്ഷെ ആവശ്യമില്ലായ്മയാണ് അതൊക്കെ എന്ന് പറയുന്നതുകൊണ്ട്. കാരണം ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുറിവൊന്ന് ഉണങ്ങാൻ ചിലപ്പോൾ ഈ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് പറ്റാതെ വരാറുണ്ട്, അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും ഡോക്ടർ അങ്ങനെ? അത് നമ്മൾ ശരിക്കും വയറ് ഫുൾ ടൈം കെട്ടിവെക്കുക എന്നുള്ളൊരു അഡ്വൈസ് അല്ല, പക്ഷെ അതിനൊരു സപ്പോർട്ട്, അതിൻ്റെ ആ ഒരു ഇനിഷ്യൽ ഫേസിൽ അവിടെ ഒരു ചെറിയ ലാക്സിറ്റി ഉണ്ട്. അതൊന്ന് ആ മസിൽസ് ഒന്ന് ടോണപ്പ് ചെയ്ത് വരുന്നത് വരെ അവിടെ ഒരു ചെറിയ ലാക്സിറ്റി ഉള്ളൊരു പീരീഡ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് ഒരു സപ്പോർട്ടിന് വേണ്ടി, ഇൻറ്റേർണൽ ഓർഗൻസിനായാലും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളൊന്നൊരു വേഷ്ടനം എന്നാണ് അതിന് പറയുന്നത്, ഒരു ചെറിയ സപ്പോർട്ടീവായ ബാൻഡേജിങ് പറയുന്നുണ്ട്. അത് ത്രൂ ഔട്ട് കെട്ടിക്കൊണ്ട് നടക്കാനോ എപ്പോഴും അത് കെട്ടണം എന്നോ ഒന്നുമല്ല. ആ ഒരു ലാക്സിറ്റി അവരുടെ ഒരു പോസ്ചറിനെ ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. തെറ്റിദ്ധരിച്ചായിരിക്കും അവര് പറയുന്നതായിരിക്കും. പിന്നീട് നമ്മൾ 1 വർഷമായാലും ഇങ്ങനെ ബെൽറ്റ് ഇട്ടോണ്ട് നടക്കുന്നു, പക്ഷെ അത് അത്രയൊന്നും ആവശ്യമില്ല. ആ ഒരു ഇനീഷ്യൽ ഫേസിലാണ് അത് പറയുന്നത്. വേഷ്ടനം എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ. ഈ എണ്ണ തേച്ച് കുളിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഡോക്ടർ, നമുക്ക് പണ്ടുള്ളവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവർക്ക് ആരോഗ്യം കുറഞ്ഞു വരുന്നതിൻ്റെ റീസൺ തന്നെയാണ് പ്രസവ ശുശ്രൂഷയും ആയുർവേദ ചികിത്സയും എന്ന് പറയുന്നത്. കാരണം പണ്ടുള്ളവർ അന്ന് ആയുർവേദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇതെല്ലാം പരിപാലിച്ച് വന്ന ആൾക്കാരായിരിക്കും പണ്ടുള്ള സ്ത്രീകളും എല്ലാവരും. അതുകൊണ്ട് തന്നെ അവരിപ്പോഴും നല്ല ആരോഗ്യവതികളായിട്ടിരിക്കുന്നു. സോ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴുള്ള ന്യൂ സ്റ്റഡീസ് അങ്ങനെ പലതും പറയുമായിരിക്കാം, പക്ഷേ പണ്ടത്തെ സ്ത്രീകളെ തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം അവർ ഒരുപാട് ആരോഗ്യവതികളാണ്. ഇപ്പോഴുള്ള സ്ത്രീകൾക്കും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ട്, ഇപ്പോൾ ആയുർവേദ ചികിത്സകൾ ഒരുപാട് പൊങ്ങി വരുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. നമസ്കാരം.